ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ യൂട്യൂബിലും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കണ്ണാടിച്ചില്ല് പോലത്തുള്ള വെള്ളം, അതുപോലെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ തോണി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മേഘാലയയിലെ ഏറ്റവും ഫേമസ് ആയ ദൗക്കി റിവറിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഈ റിവറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. ടെൻ്റ് അടിച്ചിട്ടായിരുന്നു. അതൊരു വേറിട്ട അനുഭവമായിരുന്നു. ഒരു ടെൻറ്റിൽ 2 പേര്. അപ്പം നല്ല മഴ പെയ്ത കാരണമാണ് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാത്തത്. മഴ പെയ്ത കാരണം റിവറേ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ണാടിച്ചില്ല് പോലെ അടിത്തട്ട് കാണുന്ന ആ ബോട്ട് യാത്ര ഇന്ന് സാധിക്കില്ല. ഇന്ന് നമുക്ക് കലങ്ങിയ വെള്ളത്തിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയാണ് കേട്ടോ നടത്തുന്നത്. ആ കാണുന്ന സ്ഥലത്തൊക്കെ ആളുകൾ ടെൻറ്റുകൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ദേ ഞങ്ങളുടെ ബോട്ട് വരുന്നുണ്ട്. ഇവിടെ 8:30 ആയാലേ ബോട്ട് ഓടിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അപ്പം ഞങ്ങളാണ് ഇന്ന് ഈ റിവറിൽ ഫസ്റ്റ് യാത്ര ചെയ്യുന്നത്. മേഘാലയയിലൂടെ ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നദിയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉംഗോട്ട്. വേനൽക്കാലത്ത് ഈ നദിയിലെ വെള്ളം അടിത്തട്ട് കാണും വിധം കണ്ണാടിച്ചില്ല് പോലെയാകും. ഉംഗോട്ട് നദിയിലെ പാറക്കെട്ടുകൾക്കിടയിലാണ് ടെൻറ്റുകളും സ്ലീപ്പിംഗ് ബാഗുമായി മേഘാലയയിലെ ടൂറിസം സഞ്ചാരികൾക്ക് റിവർ സ്റ്റേ ഒരുക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന് വിശേഷിക്കപ്പെടുന്ന മൗലിനോങ് ഗ്രാമത്തിലാണ് ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തിയോട് ചേർന്നാണ് ഈ നദി ഒഴുകുന്നത്. ജയന്തിയ മലനിരകൾക്കും ഗാസി മലനിരകൾക്കുമിടയിലൂടെയാണ് ഉംഗോട്ട് നദി ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നത്. നിരവധി വിനോദസഞ്ചാരികളാണ് ഉംഗോട്ട് നദി സന്ദർശിക്കാൻ മൗലിനോങ്ങിലേക്ക് എത്തുന്നത്. നിങ്ങൾ അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട്. യെസ്. നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസമാണ് സന്ദർശനത്തിന് പറ്റിയ സമയം. മഴക്കാലത്ത് ഈ നദി കര കവിഞ്ഞൊഴുകുന്നതിനാൽ ഇവിടേക്ക് എത്തുന്നത് ദുഷ്കരമാണ്. മനോഹരമായ കുന്നുകളും അതിനെ ചുറ്റി വിശാലമായി ഒഴുകുന്ന നദിയും. പ്രകൃതി അതിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. Hai. Manduk bim. Manduk bim. എന്തൊരു കൈവച്ച് ചൂണ്ടി കാണിച്ച്
നമ്മ തമിഴ്നാട്ടിലല്ല കാഴ്ച വന്നിരിക്കുന്നത് എന്താ മല ഒന്ന് നെളിഞ്ഞു വന്ന് ഓക്കെ രണ്ട് തൊഴി ഇങ്ങോട്ട് രണ്ട് തൊഴി അങ്ങോട്ട് ഇനി അപ്പുറത്ത് സുഹൃത്തുക്കളെ ഒടുവിൽ നമ്മളത് പഠിച്ചെടുക്കുന്നു ഗൈസ്. എന്നാ പോകുന്നത് ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന മൗലിനോങ്ങിനെ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി ഡിസ്കവർ ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഗ്രാമത്തിലെ നദിയിലൂടെയുള്ള യാത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വിഷയം മാത്രം, കണ്ണാടിച്ചില്ല് പോലെ കണ്ടില്ല. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു യാത്രയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.